മൈഗ്രെയിൻ തലവേദനയ്ക്ക് സ്വയം ചികിത്സ ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരും പ്രധാനമായിട്ട് 2 തരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ഒന്ന് പ്രിവെൻറ്റീവ് തെറാപ്പി എന്ന് പറയും, അതായത് മൈഗ്രെയിൻ കൂടുതലായി വരാതിരിക്കാനുള്ള തടയുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഒന്ന് മൈഗ്രെയിൻ തലവേദന വന്നു കഴിഞ്ഞാൽ കഴിക്കാനുള്ള മെഡിസിൻസ്, അതിന് അബോർട്ടീവ് തെറാപ്പി എന്ന് പറയും. ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂറോളജിനെ ഒന്നും കൺസൾട്ട് ചെയ്യാതെ മിക്കവരും പോയൊരു മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുക, തലവേദനയ്ക്കുള്ള മെഡിസിൻ മേടിക്കുക, കഴിക്കുക, വർഷങ്ങൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ളൊരു സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറേ നാൾ ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് എടുത്തുകൊണ്ടിരുന്ന കുറേ നാൾക്ക് ശേഷം അത് പിന്നെ ഫലപ്രദമാകാതെ വരും. അതിനെ മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് എന്ന് വരും. അപ്പോൾ മിക്കവാറും ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു സ്റ്റേജിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിന്നീട് അതൊരു സിംറ്റമാറ്റിക്കലി ബെറ്റർ ആകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്കായിരിക്കും പോവുക. മൈഗ്രെയിൻ തലവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അവരൊരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഫിസിഷ്യനെ കണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നാണ് ശ്രദ്ധിക്കേണ്ടത്.